മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥനാണെങ്കിൽ ബോധമില്ലാതെ കണ്ണൻ്റെ റൂമിലൊക്കെ മുട്ടിയതിന് ശേഷം സ്വന്തം റൂമിൽ പോയി കിടന്ന് ഒന്നങ്ങോട്ട് ഉറങ്ങുന്നുണ്ട്. നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ആണെങ്കിൽ വെളുപ്പിനെ തന്നെ ഇവിടുന്ന് പോകണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം മേഘനാഥൻ ഉറക്കം എഴുന്നേക്കുന്ന സമയത്ത് മേഘനാഥൻ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. കണ്ണനെയും മഹാലക്ഷ്മിയെയും അനന്തുവിനെയും ലേഖനെയൊക്കെ വഴിയിൽ വെച്ച് കണ്ട കാര്യങ്ങൾ. ആ സമയത്ത് മേഘനാഥൻ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും എങ്ങനെ ഇവിടെ വന്നു, ഇനി അവർ ഇവിടെ എങ്ങാനും വന്നിട്ടുണ്ടോ, കണ്ണനാണെങ്കിൽ നടക്കുന്ന ഒരു കാഴ്ചയാണല്ലോ താൻ കണ്ടത്, അത് സത്യമായിരിക്കുമോ അതോ തനിക്ക് തോന്നിയതാണോ? അല്ല, തോന്നിയതല്ല, താൻ വ്യക്തമായി തന്നെ കണ്ടതാ കണ്ണനും മഹാലക്ഷ്മിനെയും അനന്തുവിനെയും ലേഖനെയും. പിന്നെ നോക്കിയപ്പോൾ അവരെ കണ്ടുമില്ല. ഇതിലെന്തൊക്കെയോ തിരിമറികൾ നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ണനെങ്ങാനും നടന്നു തുടങ്ങി കാണുമോ? എന്തായാലും കണ്ണനും മഹാലക്ഷ്മി ഇപ്പോൾ വീട്ടിലുണ്ടോയെന്ന് അപ്പച്ചയെ വിളിച്ച് ചോദിക്കാം, അപ്പോൾ സത്യങ്ങൾ അറിയാലോ എന്നും പറഞ്ഞ് വേഗം തന്നെ മേഘനാഥൻ ഫോണെടുത്ത് ദുർഗയ്ക്ക് വിളിക്കുന്നുണ്ട്. ഇതേസമയം ദുർഗയാണെങ്കിൽ ഉണ്ണിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാരണം മോളെ ഞാൻ പല പ്രാവശ്യം വിളിച്ചിടാം മോനെ, അവൾ ഫോൺ എടുക്കുന്നില്ല. ആ സമയം ഉണ്ണി പറയുന്നുണ്ട്, അമ്മയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കരുണയെ ഇനി വിളിക്കണ്ടെന്ന്. അവൾക്ക് ഭയങ്കര വാശിയാണ്. അവളിനി അമ്മയല്ല ആര് വിളിച്ചാലും ഫോൺ എടുക്കുമൊന്നുമില്ല. ഇനി കണ്ണേട്ടനെയും ഏടത്തെയും ജയിക്കാൻ പറ്റിയാൽ മാത്രം അവളും കൂടെ തിരിച്ചു വരുള്ളൂ. അതുകൊണ്ട് ഇനി അമ്മ നാണം കെട്ട് അവളെ വിളിക്കാൻ നിൽക്കണ്ട. അവൾ വരുമ്പോൾ വരട്ടെ, അല്ലെങ്കിൽ തന്നെ ഈ ബന്ധം ഇനി മുന്നോട്ട് പോകുന്നൊന്നും എനിക്ക് തോന്നണില്ല. അവളുടെ സ്വഭാവം വെച്ച് അവൾ ഡൈവോഴ്സ് പെറ്റീഷൻ കൊടുക്കാനാണ് സാധ്യത. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ആയാലും നീ അവളെ വിട്ട് കളയരുതടാ. ആ പ്രതാപൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ സ്വത്തുണ്ട്, അതിനെല്ലാം ഒരേ ഒരു അവകാശി കരുണ മാത്രമേ ഉള്ളൂ എന്ന് അവരിങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ദുർഗയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ ബെല്ലടിച്ചതും ദുർഗ ഈ സമയത്ത് ആരായിരിക്കും വിളിക്കണേന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മേഘന എന്ന് കണ്ടിട്ട് ദുർഗയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. എടാ ഉണ്ണി, ദേ മേഘന വിളിക്കണേന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ടനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, മേഘേട്ടൻ ഫോൺ എടുക്കാതിരുന്ന എന്താണെന്ന് ചോദിച്ചേ. എന്തായാലും അമ്മ കോൾ എടുക്കുന്നു. ആ സമയത്ത് ദുർഗ ഫോൺ എടുത്തിട്ട്, എന്താടാ മേഘ, നീ എവിടെയാ, നിന്നെ എത്ര ദിവസമായി ഞങ്ങൾ വിളിക്കണു, നീ എവിടെ പോയേക്കുക? അവിടെ ഏട്ടനും എടുത്തേക്കാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുക, നീ ഇനി ആ മാർക്കോയുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടോന്ന് ഓർത്ത്. ആ സമയത്ത് മേഘം പറയുന്നുണ്ട്, എന്തായാലും ആ മാർക്കോയാണെങ്കിൽ എന്നെ കൊല്ലാൻ നടക്കുക, അതുകൊണ്ട് 2-3 ദിവസത്തേക്ക് അവിടുന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയൊന്നും കാര്യങ്ങൾ നടന്നുമില്ല. പല പ്രാവശ്യം ആ മാർക്കോ എന്നെ കൊല്ലാനായിട്ട് ഓടിച്ചു, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പം ഞാൻ അത് പറയാനാണ് അപ്പച്ചീനെ വിളിച്ചത്. ഞാനിപ്പോൾ മൂന്നാറുണ്ട്. ഇവിടെ വെച്ച് കണ്ണനെയും മഹാലക്ഷ്മിയെയും ഞാൻ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവരിപ്പോൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ മൂന്നാർക്ക് പോയേക്കാടെ മേഘ. ആണോ, എന്നിട്ട് നിങ്ങൾ ആ വിവരം എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അതിന് നീ മൂന്നാർക്ക് പോയേക്കുവാന്ന് ഞങ്ങളോട് പറഞ്ഞോ, നീ ഞങ്ങൾ വിളിച്ചിട്ട് ഫോണും എടുത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് വിവരം പറയണേ? എന്തായാലും അവർ എല്ലാവരും കൂടി ഇന്നലെ പോയേക്കണേ മൂന്നാറിന്. അവരെവിടെയാണ് താമസിക്കണേന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അതെന്താടാ നീ ഇപ്പോൾ ചോദിക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പം, അല്ല പച്ചി, ഇനിയിപ്പോൾ കണ്ണനെങ്ങാനും നടന്നു തുടങ്ങിയോന്ന് എനിക്കൊരു സംശയം. ഇന്നലെ ഞാൻ കണ്ണനെയും മഹാലക്ഷ്മിയെയും കണ്ടതുപോലെ ഓർക്കുന്നുണ്ട്. അത് കണ്ണൻ വീൽ ചെയറിലൊന്നുമല്ല, നടന്നു വരുന്ന കണ്ണനെയാണ് കണ്ടത്. എന്നിട്ട് നീ അവരോട് ഒന്നും ചോദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം, അതെങ്ങനെയാണ്? കഷ്ടകാലത്തിന് ആ സമയത്ത് ഞാൻ നല്ല ഫിറ്റായിരുന്നു അപ്പച്ചി, അപ്പോഴേക്കും എൻ്റെ ബോധം പോയി. ബോധം തെളിഞ്ഞ് നോക്കിയതും അവരെ ആരെയും അവിടെയൊന്നും കണ്ടില്ല. എന്തായാലും ഇത് വല്ലാത്തൊരു ചതിയായിപ്പോലെ അപ്പച്ചിന്ന്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അവനെങ്ങാനും നടന്നു തുടങ്ങിയോടെ വേഗമാണ്. എനിക്ക് സംശയമുണ്ട് അപ്പച്ചി, എന്തായാലും മലയ്ക്ക് പോയി വന്നതിന് ശേഷം അവൻ നടന്നു തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും ഞാനിവിടെ എല്ലായിടത്തുനിന്നും അവരെ അന്വേഷിക്കട്ടെ എന്ന്. ആ സമയത്ത് ദുർഗ ശരിയുടെ മേഘാന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയോട് പറയുന്നുണ്ട്, മേഘൻ അവിടെ വെച്ച് കണ്ണനെയും മഹാലക്ഷ്മിയെയും കണ്ടുപോകുന്നു. എന്താ മേഘേട്ടനെ അപ്പോൾ മൂന്നാറിലാണോ എന്ന് ചോദിക്കുമ്പം, അതേടാ, അതും കണ്ണൻ നടന്നു വരുന്നതായിട്ട് കണ്ടെന്നാണ് അവൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അവനെങ്ങാനും നടന്നു തുടങ്ങിക്കാണോ, അതുകൊണ്ടായിരിക്കും കെട്ടുളയും കൂട്ടി മൂന്നാർക്കൊക്കെ ടൂറ് പോയേക്കണേന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, ഇനി കണ്ണേട്ടനെങ്ങാനും നടന്ന വിവരം കരുണ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കരുണ ഒരിക്കലും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് അമ്മ ഇരിക്കണ്ട. ഇപ്പോൾ തന്നെ കരുണയ്ക്ക് ആകെയുള്ളൊരു സമാധാനം എന്ന് പറയുന്നത് കണ്ണേട്ടൻ വീൽ ചെയറിലാണെന്നുള്ളത് മാത്രമാണ്. ഇതേസമയം നമ്മളുടെ മേഘനാണെങ്കിൽ ആ റിസപ്ഷനിൽ വന്നിട്ട് മാനേജറോടും ആ ജോലിക്കാരനോടും ചോദിക്കുന്നുണ്ട്, ഈ ഫോട്ടോയിൽ കാണുന്ന ഇവിടെ ആരെങ്കിലും ഇവിടെ റൂം എടുത്തിട്ടുണ്ടായിരുന്നോ എന്ന്. അപ്പം അതിനു മുമ്പ് തന്നെ നമ്മളുടെ അനന്തു ആണെങ്കിൽ ഈ മാനേജറോടും ആ ജോലിക്കാരനോടും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേഘനാഥൻ വന്നിട്ട് ഞങ്ങൾ ആരെങ്കിലും ഇവിടെ റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇല്ലയെന്ന് തന്നെ പറയണം, ഞങ്ങളെ പരിചയം ഇല്ലയെന്നും കണ്ടിട്ടില്ലയെന്നും തന്നെ പറഞ്ഞേക്കണം, അവനാൾ ശരിയല്ല, ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന്. ആ ഒരു കാര്യം നമ്മളുടെ മാനേജറും ആ ജോലിക്കാരനും
ഓർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും മേഘൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ട് എന്താ നിങ്ങളൊന്നും പറയാത്ത, ഇന്നലെയോ മിനിങ്ങാന്നോ 2 ദിവസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ഇതുപോലെയുള്ള ആളുകൾ ഇവിടെ വന്ന് റൂം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ, ഇതുപോലെ ആളുകളെ ഞങ്ങൾ കണ്ടതായിട്ട് പോലും ഓർക്കുന്നില്ല. എന്തായാലും ഇവിടെ അവർ റൂം എടുത്തിട്ടില്ല, ഇവിടെ വേറെയും ഒരുപാട് റിസോർട്ട് ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ആയിരിക്കും എന്ന് പറയുമ്പം നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവർ റൂം എടുത്തിട്ടുണ്ടോ എന്ന്. ആ സമയത്ത് സംശയത്തോടുകൂടി മേഘനോട് ചോദിക്കുന്നുണ്ട്, ഇത് സാറിൻ്റെ ആരാന്ന് ചോദിക്കുമ്പം ഇവർ ആരാന്ന് അറിഞ്ഞാലാണ് നിങ്ങൾ പറയുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അതല്ല സാറേ, ഞങ്ങൾ വെറുതെ ചോദിച്ചു എന്നുള്ളൂ. എന്തായാലും ഇവരിവിടെ റൂം എടുത്തിട്ടില്ല, വേറെ എവിടെയെങ്കിലും പോയി സാറെ അന്വേഷിക്കുന്നു. അങ്ങനെ മേഘനാഥൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയാണെങ്കിൽ മേഘൻ്റെ കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ആ സമയത്ത് ആ റിസോർട്ടിലെ മാനേജർ അനന്തുവിനെ വിളിക്കുന്നുണ്ട്. അനന്ത് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ആ മാനേജറല്ല വിളിക്കണേന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ആ സമയം ആ മാനേജറോട് അനന്ത് ചോദിക്കുന്നുണ്ട്, എന്തായി ആ മേഘൻ ഞങ്ങളെ എങ്ങാനും തിരക്കി വന്നോ എന്ന് ചോദിക്കുമ്പം സാറേ, അയാൾ കുറേ പ്രാവശ്യം ഞങ്ങളോട് കുത്തി ചോദിച്ചു, ആ സാറിൻ്റെയും ഭാര്യയുടെയും ഫോട്ടോയും കാണിച്ചു തന്നു, ഇങ്ങനെയുള്ളവർ ഇവിടെ റൂം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞങ്ങൾ പക്ഷേ ഒന്നും വിട്ട് പറഞ്ഞില്ല, ഞങ്ങൾ ഇവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. എന്തായാലും അയാൾ ഇവിടെയുള്ള വേറെ റിസോർട്ടിലൊക്കെ അന്വേഷിക്കട്ടെ എന്നും പറഞ്ഞ് ഇവിടുന്ന് പോണ കണ്ടു. ഇന്നലെ നിങ്ങളെ കണ്ടപ്പം അയാൾക്ക് ശരിക്കും ബോധം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളെ മനസ്സിലാക്കാതിരുന്നത്. ഇനി നിങ്ങൾ അയാളുടെ കണ്ണിൽ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അയാൾക്ക് മനസ്സിലാവും. ഇന്നാണെങ്കിൽ അയാൾ നല്ല ബോധത്തോടു കൂടിയാണ് നിങ്ങളെ അന്വേഷിച്ചിറങ്ങിയേക്കണേന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പോവുക, ഇനി അവൻ ഞങ്ങളെ കണ്ടുപിടിക്കുകയൊന്നുമില്ല, ശരി എന്നാൽ വെച്ചേരെന്നും പറഞ്ഞുകൊണ്ട് അനന്ത് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താണ് അനന്തു അയാൾ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ മേഘൻ അവരുടെ അടുത്ത് നിന്ന് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ആ റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നിങ്ങളെ കണ്ടതായിട്ട് പോലും ഒരു ഓർമ്മയില്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മേഘൻ ഇനി മൂന്നാർ മൊത്തം എല്ലാ റിസോർട്ടിലും നിങ്ങളെ അന്വേഷിച്ച് നടക്കുമായിരിക്കും, നമുക്ക് ആ നേരം കൊണ്ട് നാട്ടിലെത്തണമെന്നും പറഞ്ഞ് അവരങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയും സീമന്തിനിയാണ്. വാമദേവൻ സീമന്തിനിയോട് പറയുന്നുണ്ട്, എടി സീമന്തിനി, മേഘം പോയിട്ട് ഒരു വിവരമില്ലല്ലോ, നീ ആ മേഘനെ ഒന്ന് വിളിച്ച് നോക്കിയെന്ന്. ആ സമയം സീമന്തിനി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കാമെന്നും പറഞ്ഞ് ഫോണെടുത്ത് മേഘനെ വിളിച്ചതും മേഘം ഫോണെടുത്തിട്ട് സീമന്തിനിയോട് പറയുന്നുണ്ട്, അമ്മേ വലിയൊരു ചതി നമുക്ക് സംഭവിച്ചോ എന്നൊരു സംശയമുണ്ടെന്ന്. ആ സമയത്ത് സീമന്തിനി ചോദിക്കുന്നുണ്ട്, എന്ത് ചതിയെക്കുറിച്ചാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, കണ്ണൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയോന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന്. ആ സമയം സീമന്തിനി പറയുന്നുണ്ട്, നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പം മൂന്നാർ വെച്ച് ഞാൻ കണ്ണനെയും മഹാലക്ഷ്മിയെയും കണ്ടു. ആ സമയത്ത് കണ്ണൻ വീൽ ചെയറിലൊന്നും ആയിരുന്നില്ല, സാധാരണ ആളുകളെ പോട്ട് മഹാലക്ഷ്മിയുടെ കൈയും പിടിച്ച് നടന്നു വരുന്നതാണ് കണ്ടതെന്ന്. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, അതിങ്ങനെ ഏത് നേരവും കുടിച്ച് ലെക്കില്ലാണ്ട് നടക്കണം, നിനക്ക് അങ്ങനെയൊക്കെ തോന്നും. കണ്ണൻ എന്തായാലും നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, കണ്ണൻ നടക്കാൻ തുടങ്ങിയെങ്കിൽ ഇപ്പോഴും അവൻ വീൽ ചെയറിൽ നടക്കുമെന്ന് വയ്ക്കുമ്പം മേഘനാഥൻ പറയുന്നുണ്ട്, അത് നമ്മളെയൊക്കെ പൊട്ടന്മാരാക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇപ്പോഴും വീൽ ചെയറിൽ നടക്കണേ, ശരിക്കും അവൻ മല കയറി വന്നതോടുകൂടി നടന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നണേ. എന്തായാലും അത് വലിയൊരു ചതിയായിപ്പോയി അമ്മ, ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ല, ഇനിയിപ്പോൾ അവരുടെ സ്വത്തുകൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട, ഇനി കണ്ണനും മഹാലക്ഷ്മിക്കും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തിൻ്റെയൊക്കെ അവകാശി അവരുടെ കുഞ്ഞുങ്ങളാവുന്നു. ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട്, എന്തായാലും കണ്ണനെ കൊല്ലാൻ നടന്ന് കണ്ണനെ നിങ്ങൾ എഴുന്നേൽപ്പിച്ച് നടത്തിയില്ലേ, അതേതായാലും നന്നായി എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് വാമദേവൻ ചോദിക്കുന്നുണ്ട്, എന്താ സീമന്തിനി അവൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഈ മേഘനാഥൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സീമന്തിനി വാമദേവനോടും പറയുന്നുണ്ട്. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അവരെ കൊല്ലാനായിട്ട് നടക്കണ്ടാന്ന്, എന്തായാലും ഞാൻ വീൽ ചെയറിലായ സമയത്ത് തന്നെ അവൻ എഴുന്നേറ്റ് നടന്നു, എന്തായാലും ദൈവങ്ങളെല്ലാം അവർക്ക് തുണയായിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കണേ, ഇനിയെങ്കിലും ആ മേഘനോട് അവൻ്റെ കാര്യം നോക്കി അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറയാമെന്ന്. അതെങ്ങനെയാണ്, അവനതൊന്നും കേൾക്കില്ലല്ലോ, അവനിപ്പോഴും കണ്ണൻ്റെ സ്വത്ത് ആഗ്രഹിച്ച് നടക്കുകയല്ലേന്ന്. പിന്നീട് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. പ്രതാപൻ ഫോണെടുത്തതും എന്താ വാമേട്ടാന്ന് ചോദിക്കുമ്പം, എടാ പ്രതാപ, ഇന്ന് കണ്ണനെയും മഹാലക്ഷ്മിയെയും മേഘനാഥൻ മൂന്നാറിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞു. ആ അതെ മേഘേട്ട, അവർ രണ്ടുപേരും മൂന്നാറിലേക്ക് ടൂറ് പോയേക്കാം, അതും പറഞ്ഞ് കരഞ്ഞമോളാണെങ്കിൽ ഒരേ സങ്കടത്തിൽ ഇവിടെ ഇരിക്കുക. എന്തായാലും മേഘൻ ഇന്ന് അവരെ കണ്ടിട്ടുണ്ട്, കണ്ണൻ നടക്കുന്ന ആ ഒരു കാഴ്ച മേഘൻ കണ്ടേന്നാണ് പറയണേ. ഇനിയിപ്പോൾ അവൻ കുടിച്ച് ലെക്കില്ലാണ്ടായിട്ട് അവനക്ക് അങ്ങനെ തോന്നിയതാണോന്ന് അറിയില്ല. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് ചിലപ്പോൾ നേരായിരിക്കും മാമേട്ട, ഇന്ന് വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടു, കണ്ണൻ
കാർ ഓടിച്ച് പോകുന്നതായിട്ട്. വെളുപ്പിന് കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിക്കുമെന്നല്ലേ പറയണേ. ഇനിയിപ്പോൾ ശരിക്കും കണ്ണനെങ്ങാനും എഴുന്നേറ്റ് തുടങ്ങി കാണുമോ ആമേട്ടാന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാൻ പറ്റില്ലടോ. എന്തായാലും അന്ന് കണ്ണൻ വീൽ ചെയറിലാവാൻ കാരണക്കാരൻ ഞാനല്ലേ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീൽ ചെയറിലായ സമയത്ത് തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടക്കണു. അതൊക്കെ ദൈവനിശ്ചയമായിരിക്കും. എന്തായാലും കണ്ണൻ്റെ അച്ഛനെ കൊന്നപ്പം കണ്ണനെയും കൂടി കൊന്നേർന്നെങ്കിൽ നമുക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട്, അത് വാമേട്ടൻ പറഞ്ഞത് നേരാ. എന്നാൽ എനിക്കിപ്പോൾ എൻ്റെ കരുണമോളുടെ കണ്ണീരിങ്ങനെ കാണേണ്ട വരില്ലായിരുന്നു. ഇനി എൻ്റെ കരുണമോൾക്ക് ഉണ്ണിയുടെ കൂടെ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല. ഉണ്ണിയായിട്ടുള്ള ജീവിതം അടുത്തു എൻ്റെ മോള് പറയണേ. സമയത്ത് നമ്മളുടെ വാമദേവനാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.